3 മാസത്തെ പെൻഡിങ്. എത്ര ലക്ഷം രൂപയാ ഈ കമ്പനി സഹകരണ സംഘത്തിന് കൊടുക്കാനുള്ളത്? അത് പറ. കുറച്ച് പെൻഡിങ് ഉണ്ട്. ആ ക്യാഷ് വസു അവർക്ക് കൊടുക്കാമെന്നും പറഞ്ഞല്ലോ. 3 മാസത്തെ പെൻഡിങ്, ലക്ഷങ്ങളാണ് കൊടുക്കാനുള്ളത്. അവര് പലതവണ വോൺ ചെയ്തു, മറുപടിയില്ല. അവസാനം കരാറ് ക്യാൻസൽ ചെയ്തു, അത്ര തന്നെ. സത്യത്തിൽ ഇതൊന്നും അറിയാതെയാണ് ഞങ്ങൾ അവരുടെ കരാറിൽ ഒപ്പിട്ടത്. ഇന്ന് അമ്മയെ ഐശ്വര്യ എടുത്തി അവിടെ കണ്ടപ്പോഴാ സെക്യൂരിറ്റിയോട് ചോദിച്ച ഈ കാര്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞത്. ഐശ്വര്യ, ഈ കേട്ടതെല്ലാം ശരിയാണ്. രൂപ കൊടുക്കാനുണ്ട്, അത് കൊടുക്കും. അതിനിടയ്ക്ക് നിങ്ങൾ ചതിച്ചു. എന്ത് ചതിച്ചു? മനഃപൂർവ്വം ഓരോ അബദ്ധങ്ങൾ കാണിച്ചിട്ട് മറ്റുള്ളവർ ചതിച്ചു വന്നു. വെറുതെ ഐശ്വര്യ കുറ്റം പറയണ്ട, ഇതെനിക്കും ബോധ്യമായതാ. അമ്മേ, ഐശ്വര്യ പറഞ്ഞത് അമ്മ അപ്പടി അങ്ങ് വിശ്വസിച്ചു. അല്ലാതെ അമ്മയ്ക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലായേ? ഇവർ ആ സഹകരണ സംഘത്തിൽ തന്നെ കൃത്യമായി എത്തി കരാർ ഒപ്പിട്ടതെന്താ? മനഃപൂർവ്വം ചതിക്കാനല്ലേ? വസു, തനിക്ക് സ്വന്തമായി ചിന്തിക്കാനുള്ള ശേഷി പോയോ? ഈ ഐശ്വര്യ പറയുന്ന ഓരോന്നും കേട്ട് താനും വല്ലാത്തൊരവസ്ഥയിലേക്കാ പോകുന്നത്. കഷ്ടമുണ്ട് കേട്ടോ. അല്ലെങ്കിലും ഒടുവിൽ ഞാനാ എല്ലാത്തിനും തെറ്റുകാരി. എന്നെ മാറ്റി ഈ ശ്യാമ ആ സ്ഥാനത്തിരുത്താത്തതിന്റെ വാശിയാ ഇവര് കാണിക്കുന്നെ. എന്റെ പൊന്ന ഐശ്വര്യടുത്തി, എനിക്കൊരു സ്ഥാനവും വേണ്ട. എന്റെ ലക്ഷ്യം ഇതല്ല. അത് സംഗീതത്തിന്റെ ലോകമാ. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടും അഖിൽ സാറിന്റെ പ്രോത്സാഹനം കൊണ്ടും ഞാൻ കുറേശ്ശെ അവിടേക്ക് എത്തുന്നുണ്ട്. അതിൽ പൂർണ്ണ തൃപ്തി എനിക്കത് തന്നെ ധാരാളം മതി. നിന്റെ സംസാരം നിർത്ത്. എനിക്ക് പറയാനുള്ളത് അഖിയോടാ. അതിനാ ഞാൻ നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. പുതിയ കമ്പനി എന്നുള്ള ഐഡിയ വിട്ട് അഖി ഈ കമ്പനിയുടെ ചുമതല ഏൽക്കണം. അത് പറ്റില്ലെന്ന് മുന്നേ ഞാൻ പറഞ്ഞു. പിന്നെ പുതിയ കമ്പനി, അത് ഞങ്ങള് തുടങ്ങുകയും ചെയ്യും. ശരിക്കും ഈ കമ്പനിയോട് മത്സരിച്ച് തന്നെ ഞങ്ങൾ മുന്നേറും, സംശയമില്ല. എന്നാ ഞാനും വെറുതെ ഇരിക്കില്ല. ഈ കമ്പനി തകരാൻ ഞാൻ സമ്മതിക്കില്ല. അത് നമുക്ക് നോക്കാം.